ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ? ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടൽ. അപ്പൊ ഇവിടെ കൂടോത്രം നടത്തുന്നവർക്ക് ഹാത്രാസിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തള്ളിപ്പറയാനാവുക? ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വശത്ത് കൂടോത്രം, അവിടെ ഇത് ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവര്. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ്. ഇപ്പോ കൂടോത്രം കോൺഗ്രസായി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് KPCCയുടെ ആഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രമെങ്കിലും എടുത്തു മാറ്റേണ്ടതാണ്. ഇനി കേരളീയ നവോത്ഥാനം എന്നൊരു വാക്ക് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇത് കേരളത്തിന് അപമാനകരമാണ്. കേരളം ലജ്ജതയോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പോ നരബലി നടന്നില്ലേ കേരളത്തിൽ? അത്തരം സംഭവങ്ങളെ നമ്മൾ ഞെട്ടലോടെയല്ലേ കണ്ടത്? അത്തരം സംഭവങ്ങളെയും അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവരെയും ഇനി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ കോൺഗ്രസിനോ അതിന്റെ നേതാക്കൾക്കോ ഇനി തള്ളിപ്പറയാനാവുക? കൂടോത്രം ചെയ്യുന്നത് ശരിയാണെങ്കിൽ നരബലി നടത്തുന്നത് ശരിയല്ലേ എന്ന് അവിടെയുള്ളവർ ചോദിക്കില്ലേ? അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നവർ, ആ സ്കൂൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഈ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഒരു പാർട്ടി തന്നെ ഇതായി മാറുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, KPCC പ്രസിഡന്റ് ഇതാണ് അവസ്ഥയെങ്കിൽ, ഒരു KPCC പ്രസിഡന്റ് അല്ല, രണ്ടാമത്തെ KPCC പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റിന്റെയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും ബാക്കിയുള്ളവരുടെ എല്ലാം വീട്ടിൽ എന്തോ ഒരു കൂടോത്ര പരിപാടികളായിരിക്കും നടന്നിട്ടുണ്ടാവുക, നടത്തിയിട്ടുണ്ടാവും. ഇത് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. കേരളം രാജ്യത്തിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് കാരണം തലതാഴ്ത്തി നിൽക്കേണ്ട, കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്.